ടാലി പരിശീലനത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് അവസാനിക്കുന്നതോടുകൂടി ടാലി എൻട്രിയിൽ ചില അഡ്ജസ്റ്റിംഗ് എൻട്രീസ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുറെ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇവയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. എല്ലാ വർഷവും നമ്മുടെ ഓഫീസിലുള്ള ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഫിക്സഡ് അസറ്റിന് ഓഡിറ്റേഴ്സ് നിർദ്ദേശിക്കുന്ന ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും നമ്മൾ കൊടുക്കണം. കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ട്സ് ശരിയാകുള്ളൂ. അതിൽ ഓരോ ഐറ്റത്തിനും എത്ര ശതമാനമാണ് ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത് എന്നുള്ളത് ഓഡിറ്റേഴ്സിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി വേണം എമൗണ്ട് കൊടുക്കാൻ. അത് ഞാനിവിടെ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഓഫീസിൽ ഉപയോഗിക്കുന്ന ഫിക്സഡ് അസറ്റുകൾ എന്തൊക്കെയാണോ ഉള്ളത് അതിന് ഓരോ ഐറ്റത്തിനും ഓരോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയാത്തത്. ഓരോ ഐറ്റത്തിന്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് ഓഡിറ്റേഴ്സിന്റെ അടുത്ത് അന്വേഷിച്ച് തന്നെ എൻട്രി ഇടുക. എൻട്രി ചെയ്യുന്ന മോഡൽ മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പരിശീലിപ്പിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്ത് ലെഡ്ജർ സെലക്ട് ചെയ്ത് ലെഡ്ജറിന് പേര് കൊടുക്കുക, ഡിപ്രീസിയേഷൻ എന്ന് പേര് കൊടുക്കുക. നമുക്കറിയാം, നമ്മൾ പണ്ട് ബിസിനസ് സ്ഥാപനങ്ങളെ കുറിച്ച് പഠിച്ച കൂട്ടത്തിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസ്സിന് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഹെഡിൽ കൊടുക്കുക. കോസ്റ്റ് സെന്റർ, കോസ്റ്റ് കാറ്റഗറി ഇതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുത്തിട്ട് സേവ് ചെയ്യുക. നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഏതൊക്കെ ഫിക്സഡ് അസറ്റുകൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ട്, FFCയുടെ മെഷീനറികൾ ഉണ്ട്, ഓഫീസ് ഫർണിച്ചർ ഉണ്ട്. ഇതുകൂടാതെ നിങ്ങളുടെ ഓരോ CDSലേക്കും പ്രത്യേകമായി വരുന്ന മറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഫിക്സഡ് അസറ്റ് ആയിട്ട് നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. ഈ ബാലൻസ് ഷീറ്റ് കാണുന്ന ഫിക്സഡ് അസറ്റുകളെ എല്ലാം നിങ്ങൾ ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഓരോന്നിൻ്റെയും എമൗണ്ട് നോക്കുക, അതിൻ്റെ ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് നോക്കുക, എന്നിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഇനി ഓരോ ഐറ്റത്തിനും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ ആണ്. നമുക്ക് വൗച്ചർ എൻട്രിയിൽ പോവാം. വൗച്ചർ എൻട്രിയിൽ ജേണൽ വൗച്ചർ സെലക്ട് ചെയ്യുക. F7 പ്രസ് ചെയ്ത് ജേണൽ വൗച്ചർ സെലക്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട് ജേണൽ വൗച്ചർ. ജേണൽ വൗച്ചർ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഡിപ്രീസിയേഷൻ കൊടുക്കുക. ഓരോ ഐറ്റത്തിന്റെ, സപ്പോസ് ഞാനിവിടെ കമ്പ്യൂട്ടർ 25,000 രൂപ വിലയുള്ള കമ്പ്യൂട്ടറിന്റെ 10% ഡിപ്രീസിയേഷൻ കാണിക്കുന്നത്. ആക്ച്വൽ ഡിപ്രീസിയേഷൻ കണക്കാക്കി തന്നെ കൊടുക്കണം നിങ്ങൾ. 25,000ന്റെ 10% 2,500 രൂപ. ടു ബൈ ആയിരുന്നു വന്നത്, അവിടെ T പ്രസ് ചെയ്ത് 2 എന്നാക്കുക. ടു കമ്പ്യൂട്ടർ എന്നാക്കുക. 2,500 രൂപ. അല്ല, ഇവിടെ ഡിപ്രീസിയേഷൻ ഇനത്തിൽ 2,500 രൂപയും കമ്പ്യൂട്ടറിന്റെ ബാലൻസ് 25,000ത്തിൽ നിന്നും 2,500 കുറഞ്ഞിട്ട് 22,500 ആയിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്യാം. ചെയ്യേണ്ടത് 31/3/25 നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. ഓഫീസ് ഫർണിച്ചർ. ഡിപ്രീസിയേഷൻ ഓൺ ഓഫീസ് ഫർണിച്ചർ. ഓഫീസ് ഫർണിച്ചർ 30,000 രൂപയായിരുന്നു. അതിൽ 3,000 രൂപ 10% തന്നെയാണ് അതിന് ഞാനിപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ബാലൻസ് 27,000 രൂപയാണ് കാണിക്കുന്നത്. നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒന്ന് പരിശോധിക്കാം. ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ
കമ്പ്യൂട്ടറിന്റെ വില 25,000 നിന്നും 22,500 കുറഞ്ഞു. ഓഫീസ് ഫർണിച്ചർ 27,000 ആയിട്ട് 30,000 ആയിരുന്നു നേരത്തെ, 27,000 കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ വരുന്ന ഇടപാടുകൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കണം. എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിൽ വരുന്നത് നമ്മുടെ ചിലവിനത്തിൽ വരുന്നത് ബ്ലോക്ക് ലെവൽ PRM എക്സ്പെൻസസ് നമ്മൾ പണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ബൾക്ക് ലോണിന്റെ റെമ്യൂണറേഷൻ കൊടുത്തത്, കമ്പ്യൂട്ടർ സർവീസ് ചാർജ്, ഡിപ്രീസിയേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കമ്പ്യൂട്ടറിനുണ്ട്, ഓഫീസ് ഫർണിച്ചറിനുണ്ട്. അപ്പൊ ഇത് ആ ഡിപ്രീസിയേഷൻ നേരെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ചാർജ് ചെയ്തിട്ട് ബാലൻസ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2,500 രൂപ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ ജേർണലൈസ് ചെയ്ത് എൻട്രി പാസ്സാക്കുക. ജേർണലൈസ് ചെയ്യുന്ന എൻട്രിയുടെ പ്രത്യേകത അറിയാമല്ലോ, പണത്തെയോ മറ്റൊന്നിനെയോ ബാധിക്കത്തില്ല, ജസ്റ്റ് എൻട്രികൾ മാത്രമാണ്. ആ എൻട്രി കറക്റ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിന്റെ അസറ്റിൽ നിന്ന് കുറയുകയും എക്സ്പെൻഡിച്ചറായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് ഇഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വേറെ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഒന്നും ഇടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ജേർണലൈസ് ചെയ്യുന്നതിന്റെ പ്രത്യേകത. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. നമുക്കുണ്ടാകുന്ന ഈ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന തുക, ഇത് നമ്മൾ ക്യാപിറ്റലിനോടൊപ്പം കൂട്ടുന്ന ഫണ്ടാണ്. അതുപോലെ തന്നെ CFന്റെ ഫണ്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ ക്യാപിറ്റലൈസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന്റെ എൻട്രികളുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതും മാർച്ച് 31 കംപ്ലീറ്റ് ചെയ്യേണ്ട ചില ഇടപാടുകളിൽ പെട്ടതാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്കത് വേറെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് ഉപകാരപ്പെടുമെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ടും കമന്റ് ചെയ്യുക.